ഇതാണ് കേട്ടോ മുഹമ്മദ് സഹീർ, കടലിന്റെ മുത്തായ മുഹമ്മദ് സഹീർ. സ്വന്തമായിട്ട് വീട് പോലില്ലാത്ത ബുദ്ധിമുട്ടുകൾക്കും വിഷമങ്ങൾക്കിടയിലും എന്താണ് പറയാ 8 ഗോളുകൾ കേട്ടോ. അതിൽ എണ്ണം പറഞ്ഞ ഒരു അർജന്റീനക്കെതിരെ ഫൈനലിൽ അടിച്ച ഗോളടക്കം 8 ഗോൾ നേടിയിട്ടുള്ള സഹീറിന്റെ വീട്ടിലല്ല ബന്ധു വീട്ടിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോ എന്തായാലും മോനക്ക് ഒരു ലൈക്കും ഷെയർ ഒക്കെ കൊടുക്കണം. അപ്പൊ വീഡിയോ കണ്ടോളൂ കേട്ടോ. സ്വീഡനിലല്ല നടന്നത്, സ്വീഡനിൽ വെച്ചിട്ടുള്ള ഒരു ഗോതിയ കപ്പ് കേട്ടോ. അപ്പൊ ഇത് നമ്മള് മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും വലിയ ന്യൂസായി വന്നിട്ടില്ല എന്നുണ്ടല്ലേ. അപ്പോ എല്ലാരും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ മോന് 8 ഗോൾ അടിച്ചിട്ടേ ടോപ്പ് സ്കോററാണ്. ഞങ്ങളെ പരപ്പനങ്ങാടിക്കാരനാണ്. നമുക്ക് വളരെ അഭിമാനം ഉള്ള ഒരു നിമിഷമാണ്. പറഞ്ഞു കൊടുത്തേ, പേരെന്താണ്? എന്റെ പേര് മുഹമ്മദ് സയ്യിദ്. എവിടെ പഠിക്കുന്നത്? ഞാൻ ഇവിടെ TMG ഫസ്റ്റ് ഇയർ ആണ്. ഹാട്രിക് അടിച്ചതിന്റെ അല്ലേ? അത് ആര് ചെയ്യുന്നു? സ്വീഡനായിട്ട്. ഭയങ്കര സന്തോഷം തോന്നിയില്ല? സന്തോഷായി. കളിച്ചു വന്നപ്പോ നല്ലൊരു സന്തോഷമുണ്ട്. സൂപ്പിക്കുട്ടിയിലായിരുന്നു പഠിച്ചത്. പ്ലസ് ടു പഠിച്ചു. ഇപ്പൊ TMG കോളേജ് പറവണ്ണയില്. ഓക്കെ, എന്താണ് പറയാനുള്ളത് ഒന്നുമില്ല. നമുക്ക് സന്തോഷം തന്നെ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് പ്രയാസം, നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല. അതാണുള്ള വിഷയം. അല്ലാത്തൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ആരെങ്കിലും ഒരാൾ വിചാരിച്ചാലും ഒരു വീടായി. അതെ അതെ. ഓക്കെ, മുഹമ്മദ് സയ്യിറിന്റെ ആഗ്രഹം എന്താണ്? ജോലിയൊക്കെ ജോലി കിട്ടണം, ജോലി കിട്ടണം. ഇപ്പൊ എന്താണ് പഠിക്കണേ? എക്കണോമിക്സ് എന്താ പഠിക്കണേ? TMG കോഴ്സ് ഏതാണ്? അറബിക്കിലാണ് പഠിക്കണേ അല്ലേ? അപ്പൊ നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ. ഓക്കെ, പേരെന്താണ്? ബഷീർ. മോന്റെ ഒപ്പയാണ് കേട്ടോ. അപ്പോ എന്ത് തോന്നി മോന് കപ്പ് അടിച്ച്? വളരെ സന്തോഷം തോന്നി. ലോകകപ്പ് അടിച്ചാ വന്നത് എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നിയില്ലേ? എന്നാലും ഒരു ചെറിയ ദുഃഖമുണ്ട് അല്ലെ, ഒരു വീടില്ല കേട്ടോ. എനിക്ക് പേഴ്സണൽ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇവർക്കൊരു സ്ഥലവും ഇല്ല വീടും ഇല്ല അല്ലെ, സ്ഥലവും വീടും ഇല്ല. അപ്പം ആരെങ്കിലും പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വീട് വെച്ചു കൊടുക്കാൻ, സ്ഥലം വാങ്ങിക്കൊടുക്കാനോ വീട് വെക്കാനൊക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ. വളരെ സന്തോഷമായിരിക്കൂല. ഒരു പാങ്ങുമില്ലല്ലോ വെക്കാന് സാമ്പത്തികമായിട്ട് ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ഒരു ആരെങ്കിലും എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. ഒരു വീട് വെച്ചോട്ടെ, കുഞ്ഞിക്കുര മതി അല്ലേ? ഒരു കുഞ്ഞു വീട് മതിട്ടോ. അത് അവരെ പെങ്ങളെ വീടാ അതില്ല, പെങ്ങളെ വീട്ടിലാണ് നിക്കണത്. പിന്നെ വേറെന്താ? അഭിമാനുണ്ട്. പരപ്പനങ്ങാടി അന്ന് ഇറങ്ങിയപ്പോ തന്നെ നല്ലൊരു സ്വീകരണം കൊടുത്ത്. ഇപ്പൊ നല്ല സ്വീകരണം ഉണ്ടായിരുന്നു. മോനെ പറ്റി അഞ്ചന്റെ മോനാണല്ലേ? എന്താണ് അഭിപ്രായം? നമ്മൾ ഒരു ലോകകപ്പ് നേടിക്കൊണ്ട് കൊണ്ടുവന്നിരിക്കണല്ലോ ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് നേടി രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ, വീടൊന്നും ഇല്ലാന്ന് പറഞ്ഞ്? വീടൊന്നുമില്ല. നമ്മളെ പെങ്ങളെ വീടാണ്. നിങ്ങളെ അതെ അതെ. വീടിന് ശ്രമിക്കാനൊരു അടിച്ചിട്ടും ഇല്ല. അതുകൊണ്ടാണ്. പാപ്പാണെങ്കിലും സുഖമില്ലാത്ത ഒരാളാണ്. പോയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് മാർഗം കഴിഞ്ഞിരിക്കും. അപ്പൊ നമുക്കൊന്ന് ഒരു വീടാവട്ടെ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ, വീടാവട്ടെ. നാട് തന്നെ ഭയങ്കര ആവേശത്തിലാവും അല്ലെ? കളിനെ പറ്റി പറയണവന് നമ്മളെ ബീച്ചിൽ കളിച്ചു വളർന്നാണ്. അത്യാവശ്യം നല്ല പ്ലെയർ ആണ്. ഏത് മികയിലും പോയി ജയിക്കാനാണ് നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹം. ഹാട്രിക് അടിച്ച്. പിന്നെ ഹാട്രിക്ക് ഓന് ഇന്ത്യൻ ടീമിൽ കളിച്ച് ഹാട്രിക് അടിച്ച്. അപ്പൊ നമ്മളെ കൂടെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് കളി. മികവുറ്റ കളിയാണ് നമ്മൾ കളിക്കുന്നത്.